രാഷ്ട്രീയ വാർത്തയുടെ കുത്തൊഴുക്കാണ്. അതിൽ ഏറ്റവും ഒടുവിൽ കുത്തൊഴുകി വരുന്നത് ഒരു വാർത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ആരാണ്? കെ സുധാകരൻ എം പി ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ മത്സരിക്കണം എന്ന നിലപാട് അറിയിക്കും. ഡൽഹി യാത്രയ്ക്ക് മുൻപ് കെ സുധാകരനുമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുകയാണ് വിനീത വിജി ഡൽഹിയിൽ നിന്ന്. വിനീത, എന്താണെങ്കിലും മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഒട്ടും ചെറുതാകില്ല. ഹൈക്കമാൻഡിനെ നിലപാട് അറിയിക്കും എന്നുള്ള ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മത്സരിക്കണമെന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ ഏത് തരത്തിൽ ഡീൽ ചെയ്യാനായിരിക്കും ഇനി പാർട്ടി ശ്രമിക്കുക? വിനീത, കീറാമുട്ടി എന്ന് കേട്ടുള്ളൂ വിനീത. അക്ഷരാർത്ഥത്തിൽ കാണുക എന്താണ് കീറാൻ ബുദ്ധിമുട്ടുള്ള മുട്ടി എന്ന് വിനീത. തീർച്ചയായും ഹാഷ്മി പ്രവിധ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം സുധാകരൻ ഡൽഹിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇപ്പോഴും അയവില്ലാതെ അദ്ദേഹത്തിന്റെ അതേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. തനിക്ക് മത്സരിക്കണമെന്ന അതേ നിലപാടിൽ തന്നെയാണ് സുധാകരൻ ഇപ്പോഴും ഉള്ളത്. ഇന്ന് ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിലും ആ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലപാടിൽ നിന്ന് ഒരു പടി പോലും താൻ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സുധാകരനുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും പറയുന്നത്. കാരണം കണ്ണൂരിൽ താൻ മത്സരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ സുധാകരൻ മുന്നോട്ട് വെച്ചതാണ്. അതിന് സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായീകരണം നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് സംസ്ഥാനത്തിലേക്ക് പരിഗണിക്കാമെന്ന തരത്തിലുള്ള ഒരു ഉറപ്പ് തനിക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആ ഉറപ്പിന്മേലാണ് അങ്ങനെയുള്ള ഒരു ഡീലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തനിക്ക് സീറ്റില്ല എന്ന് പറയുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സുധാകരന്റെ നിലപാട്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതിനിടെ ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. അതേസമയം നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരനുമുള്ളത്. ഏതാണെങ്കിലും അദ്ദേഹം രാവിലെയോടുകൂടി ഡൽഹിയിലേക്ക് എത്തിച്ചേരും. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹൈക്കമാൻഡുമായുള്ള ഈ കൂടിക്കാഴ്ചയിലും തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം തന്നെ അദ്ദേഹം ഉന്നയിക്കും. അതേസമയം MPമാർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകുകയാണ് എങ്കിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച MPമാരുണ്ട്. ഇവരെ കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരില്ലേ എന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിലും ഒരു വിഭാഗം നേതാക്കൾ ഒരു അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഏതാണ്ട് നേതൃയോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു 1:30-2 മണിവരെ ആ യോഗം നീണ്ടു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നേതാക്കളൊക്കെ ഇപ്പോഴും കേരള ഹൗസിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസിൽ തന്നെയാണ് ഉള്ളത്. ഇന്നും നിർണായകമായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ സുധാകരനുമായിട്ടുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് ഏതെങ്കിലും തരത്തിൽ ഇനി അന്തിമ പട്ടിക പുറത്തു വരാനുള്ള ഒരു കാലതാമസത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട് ഓൾറെഡി. പ്രവീണ, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇന്നലെ ആദ്യഘട്ട പട്ടിക ഇന്നലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിശ്രിക്ക് ആ യോഗത്തിൽ, അദ്ദേഹം സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനാണ്, അദ്ദേഹത്തിന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാലാണ് യോഗം ഇന്നത്തേക്ക് മാറ്റിയതെന്നാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനുള്ളിൽ ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളിൽ എല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും തെക്കൻ ജില്ലകളിലേക്ക് അടക്കമുള്ള പല മേഖലകളിലും നേതാക്കൾക്കിടയിലും മണ്ഡലങ്ങൾ തമ്മിലും ഒക്കെ ഒന്നിലധികം പേരുകളുള്ളതും ഒപ്പം തന്നെ ചില തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.